ഇതാരും കാണാതെ വാര മേശക്കകത്തിടണം. എന്നിട്ട് എന്നെ ഒരു അറിയിക്കണം. എന്നെ കൊണ്ട് സാധിക്കില്ലേ? സർ, ആ പേപ്പേഴ്സ് ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യാം. ഓക്കെ സർ. ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യാനോ? യെസ്, വി ആർ ഫ്രം വിജിലൻസ്. പ്ലീസ് ക്യാരി ഓൺ സർ. രൂപയോ? ഇതെങ്ങനെ എന്റെ മേശയ്ക്കകത്ത് തോന്നുന്നു? അത് ഞങ്ങളോട് ചോദിച്ചാൽ? സർ, സത്യമായിട്ടും ഇതെങ്ങനെ ഇവിടെ ഒന്നും എനിക്കറിയില്ല. എല്ലാവരും അങ്ങനെ പറയാറ്. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരിക്കുന്നു? ദീസ് ആർ മാർക്ക് നോട്ട്സ്. സാർ, ഇതിലെന്തോ ചതി സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനോട് എന്നെ കുറിച്ച് ചോദിച്ചു നോക്കും. എന്റെ വിരോധികൾ പോലും പറയില്ല ഞാൻ കൈക്കൂലി മേടിക്കുന്നവനാണെന്ന്. ഞാൻ നിരപരാധിയാണ് സാർ. That you prove it before the court. മണി 6 അച്ഛനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്തെങ്കിലും ജോലി തിരക്കുണ്ടാവും, അതാ താമസിക്കുന്നത്. ആ, ദേ വരുന്നു. എന്താ എത്ര താമസിച്ചത്? കുറെ നേരം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഒക്കെ നിൽക്കേണ്ടി വന്നു. അതാ താമസിച്ച. പോലീസ് സ്റ്റേഷനിലോ? ഒച്ചയും ബഹളമൊന്നും വേണ്ട. വിചാരിച്ചിരിക്കാതെ ചിലതൊക്കെ സംഭവിച്ചു. പോലീസ് ഓഫീസ് റെയ്ഡ് ചെയ്തു. എന്റെ മേശ വലിപ്പിന്ന് അവർ കുറച്ച് കാശ് കിട്ടി. നിങ്ങൾ സംശയിച്ചു നോക്കണ്ട, ഞാൻ കൈക്കൂലിയൊന്നും മേടിച്ചതല്ല. ആരോ ഒരിക്കൽ കെണിയായിരുന്നു. പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തു. കോടതി സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. 2 ദിവസത്തിനുള്ളിൽ സസ്പെൻഷൻ ഓർഡർ വരും. തുടർന്ന് എൻക്വയറി. കോടതിയിലെ കേസ് വേറെ. ഈശ്വര നിശ്ചയം എന്തായിരുന്നാലും സംഭവിച്ചല്ലേ പറ്റൂ. നീ ഇതങ്ങോട്ടിട്ട്. നീ എന്തിനാ സരോജം കരയുന്നത്? എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്നാലും നിങ്ങൾക്ക് എങ്ങനെ ഒരു... അച്ഛനെ ആരാ ചതിച്ചതെന്ന് എനിക്കറിയാം. നിനക്കെന്നല്ല, എല്ലാവർക്കും അറിയാം. അറിഞ്ഞതുകൊണ്ട് എന്താ പ്രയോജനം? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നീ ഒന്നും ചെയ്യണ്ട. എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ തന്ന ശിക്ഷയായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. എൻ്റെ ഈ അവസ്ഥയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും കൂടി കാരണക്കാരാണ്. ഞങ്ങളോ? അതെ, ഞാൻ ചെയ്ത തെറ്റിന് മാപ്പി ചോദിക്കാൻ നിങ്ങൾ എന്നെ അനുവദിച്ചോ? ഞാൻ നിങ്ങളോട് കെഞ്ചിയില്ലേ? അനുവദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത് സംഭവിക്കില്ലായിരുന്നു. പബ്ലിക്കായി ഞാൻ അപമാനിച്ചതിന് പ്രതികാരം അയാളുടെ സംസ്കാരത്തിനനുസരിച്ച് അയാൾ ചെയ്തു. മോനെ, പ്രതികാരവും പകരം വീട്ടലുമൊക്കെ ഈശ്വരന് വിട്ടുകൊടുത്തേക്ക്. അത് നമുക്കുള്ളതല്ല. സരോജം, എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും താ. സാറേ, ദേ ആനിക്കൊച്ചു തന്നാണ്. സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു സാധു മനുഷ്യനെ കുരിശിൽ കയറ്റിയതിന്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ്. എന്റെ മനസ്സിന്റെ വിഷമം എങ്ങനെയെങ്കിലും നിങ്ങളെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. അച്ഛനോടും അമ്മയോടും സുരേട്ടനോടും വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. ദൈവം അവരോട് പൊറുക്കട്ടെ. ആനി. പൊന്നുമോൾ എന്താ ഇവിടെ? ഇയാളേതാ? ഇത് ബെന്നി. കാമുകനാ? മാഷ് കാമുകനാണല്ലേ? അതെ അതെ. രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകാനുള്ള സൂത്രം ആലോചിക്കുക അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ലേ? മോളി കറി കയറി. അപ്പച്ചാ, ഞാൻ കേറി കാണുന്നു. നിന്നെ ഞാൻ ശരിയാക്കി തരാം. നിനക്കൊക്കെ ഇന്നത്തെ എല്ലിന്റെ കുത്തിക്കടി. വിടണ്ടി എങ്ങാണ് ചേട്ടാ നിന്റെ അമ്മയുടെ മറ്റും നീ. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നിന്റെ കാലി ഞാൻ തല്ലുപിടിക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലായില്ല നിനക്ക്? അവിടെ കിടക്കും. എന്താ എന്താ ഇവിടെ ബഹളം? ഞാനൊരു കാര്യം തീരുമാനിച്ചു.
സ്ത്രീധനം കൂടുതൽ കൊടുത്താലും വേണ്ടില്ല, ആ ആർത്തിയുടെ മകനായിട്ടുള്ള കല്യാണം ഉടനെ നടത്തണം. എന്താ ഇത്ര തിടുക്കത്തി? ഇല്ലെങ്കിൽ നിന്റെ മോൾ അവളുടെ കാമുകനോട് ഒളിച്ചോടിപ്പോ. കാമുകനോ? അതാരാ? ബെന്നിയ കിന്നിയ അങ്ങനെ ഒരു പന്നി. ബെന്നി. ഞാൻ പുന്നൂസിന്റെ വീട് വരെ പോവാ, എല്ലാം ഉറപ്പിച്ചിട്ട് തിരിച്ചു വരൂ. ഞാൻ വരണ്ടേ? എന്തിനാ നിന്നോട് കൊണ്ട് കൂച്ചാനോ? ഇവിടെ കാവല് കിട്ടി പോകത്തേ. ഇത്രയും ദിവസമായിട്ട് പത്രോസിന്റെ കത്തോ ഫോണോ ഒന്നും കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ പ്രപ്പോസൽ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഏയ് ഉപേക്ഷിക്കേ, നല്ല കാര്യായി. ഈ മാസം ശുഭകാര്യങ്ങൾ തീരുമാനിക്കാൻ അത്ര നല്ലതല്ലാത്ത കാരണം ഈ മാസം ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഓ അത് ശരി. അപ്പൊ ഇത് നവംബർ, ഈ ഒക്ടോബർ മാസം അപ്പൊ ഒന്നിനും കൊള്ളില്ലേ? 2 ആഴ്ച മുമ്പാ ഞാനൊരു സ്ഥലം വാങ്ങിയത്. ഇംഗ്ലീഷ് മാസത്തിൽ വാങ്ങിച്ച കുഴപ്പമൊന്നുമില്ല, മലയാള മാസത്തിലായി. അത്രേ ഉള്ളൂ, സമാധാനല്ലേ? ഞാൻ വിചാരിച്ചു ആ കുഴപ്പത്തിലായില്ലേ. കാശായി തിരിയണതേ. എന്തിനാ ഫാൻ ഓഫ് ചെയ്തിട്ട്? ഈ മഞ്ഞുകാലത്ത് ഫാൻ ഇട്ടാ എനിക്ക് അപ്പാ ജലദോഷം വരും, എന്താ അറിയില്ല. എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര കുഴപ്പാ. പത്രോസ് ബീഡി വലിക്കുവോ? ഇടയ്ക്കൊക്കെ വലിക്കും. ഒരെണ്ണം തന്നെ. ഒറ്റ ബീഡിയുള്ള പത്രോസേ, ബീഡി കിട്ടാനില്ല. അപ്പൊ പുന്നു സാറേ, എത്രയും വേഗം ഈ വിവാഹം നടത്തണം. കാരണം മേരിക്കുട്ടിയുടെ ചില റിലേറ്റീവ്സ് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അവർ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നടത്തണമെന്ന മേരിക്കുട്ടി നിർബന്ധം. നടത്താം. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ധാരണയിലെത്തേണ്ടത് നമുക്ക്. ഡൗറിയുടെ കാര്യല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ ആ കാര്യം പോട്ടെ. എന്നാലും ചില നാട്ടുനടപ്പുകളൊക്കെ ഇല്ലേ പത്രോസേ? അതെന്താന്നാ ഞാൻ ചോദിക്കണേ. എന്നാൽ ഡൗറിങ്ങി ഡൗറി. മുഖത്ത് നോക്കി സംസാരിച്ചിട്ട് തന്ന ലിസ്റ്റിൽ കൂടുതൽ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ അല്ല പോരെന്ന് ചോദിച്ചാ എന്റെ പത്രോസേ, ഒരു 2 ലക്ഷം ഉറുപ്പിയുടെ ഓഫർ അവന് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാം അതുപോലെയാ, കൂടാനല്ലാതെ കുറയുന്നില്ല. അതിങ്ങനെ തട്ടിയും മുട്ടി നിൽക്കുക. അതാ ഞാൻ ആലോചിക്കണതേ. നാറി, സമയം കണ്ട് കളിക്കാൻ നിനക്ക് അറിയാല്ലേ. 2.5 എങ്കിൽ 2.5. എത്ര ആയാലും എന്താ, ഞാൻ എന്റെ മോൾക്കല്ലേ കൊടുക്കണത്. അപ്പൊ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. അപ്പൊ അടുത്ത ഞായറാഴ്ച മനസ്സമ്മതം. അതെങ്ങനെയാ? മനസ്സമ്മതത്തിന് മുമ്പ് 3 ആഴ്ച വിളിച്ചു വല്ലണ്ടേ? വേണ്ട, അതൊക്കെ മെത്രാന്റെ കയ്യിൽ സ്പെഷ്യൽ സാങ്ഷൻ ഞാൻ വാങ്ങിച്ചോളാം. അപ്പൊ കെട്ട് അവിടെ തന്നെ ആയിക്കോട്ടെ. അത് പിന്നെ കെട്ട് സാധാരണ പെണ്ണിന്റെ സ്ഥലത്ത് വെച്ച് തന്നെ നടത്താറ്. ഞാൻ പറഞ്ഞത് പത്രോസിനെ ഇപ്പോഴും അങ്ങോട്ട് ശരിക്കും മനസ്സിലായിട്ടില്ല. എന്നാ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തൊലക്കി. അല്ല, ഇവിടെ കല്യാണം അധികം ആർഭാടമായിട്ട് നടത്താൻ പറ്റില്ല. എന്താ? എന്റെ ഭാര്യ മരിച്ചിട്ട് അധികമായിട്ടില്ല. എത്ര കൊല്ലായി? ഒരു 5 കൊല്ലായിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ആകെ കൂടി ഒരു മോളല്ലേ ഉള്ളൂ. അതിന്റെ കല്യാണം വളരെ അന്തസ്സായിട്ട് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഉദ്ദേശം എത്ര ആള് വരും? അയ്യോ, അതിപ്പോ അങ്ങനെയൊന്നുമില്ല. അതെന്താ, ആരും വരില്ലേ? പിന്നെ വേസ്റ്റ് ആക്കി കളയണ കാര്യം എനിക്കിഷ്ടമല്ല. ഒരു 300, 350, 400 ഏറി കവിഞ്ഞാലും ഞങ്ങൾ വളരെ അന്തസ്സായിട്ട് ടൂറിസ്റ്റ് കാറിൽ വരുള്ളൂ. പിന്നെ യുവാൻ ഫ്ലോ പെട്രോളിന്റെ കാശ് പത്രോസ് തരണം. അല്ല, അത് കല്യാണം കഴിഞ്ഞിട്ട് തന്നപ്പോ മതി. അല്ല, ഞാനിപ്പോ കൊണ്ടുവന്നിട്ടില്ല. വേണ്ട, അല്ല ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിട്ട് കൊണ്ടുവന്നേരാ. എന്താ പത്രോസ് ഇങ്ങനെയൊക്കെ പറയണത്? നമുക്ക് നാളെ ബന്ധപ്പെടേണ്ടതല്ലേ? എന്നാ പത്രോസ് ഇരിക്കെ, ഞാനിപ്പോ വരാം. കല്യാണം കഴിട്ടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. അയാളെ ഇതുവരെ കണ്ടില്ലല്ലോ. 9 മണിക്ക് മുമ്പ് എങ്ങനെ എത്താമെന്നാ പറഞ്ഞത്? എന്താ ഇന്നത്തെ കുട്ടിക്കഥ? നാളെയാണ് മനസ്സമ്മതം. രാവിലെ 10 മണിക്ക് കുർബാന കഴിഞ്ഞ ഉടനെയാണ്. കുറച്ചു മുമ്പാണ് ഞങ്ങളോട് തന്നെ വിവരം പറഞ്ഞത്. ആനി എവിടെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഒരുപക്ഷെ സാറിന്റെയോ ഭാര്യയുടെയോ ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലായിരിക്കും. സമയമാകുമ്പോൾ നേരെ പള്ളിയിലാട്ട് കൊണ്ടുവരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഞാൻ വരട്ടെ സാറേ. ശരി. ഇനിയിപ്പോ എന്ത് ചെയ്തു? എന്തെങ്കിലും ഭൂമിക ഉണ്ടാവും. ഇടനിലം പത്രോസിന്റെ മകളായ ആനി പത്രോസും തെക്കേടത്ത് തര്യൻ പുന്നൂസിന്റെ മകനായ ബോബി പുന്നൂസും തമ്മിലുള്ള വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന് അവരുടെ മനസ്സമ്മതം നടക്കും. അടുത്ത ഞായറാഴ്ച വിളിച്ചു ചൊല്ലും. തുടർന്ന് ഉച്ചയ്ക്ക് 12:30 ശേഷം അവരുടെ വിവാഹവും നിശ്ചയിച്ചിട്ടുണ്ട്. ഇടനിലം പത്രോസിന്റെ മകളായ ആനി പത്രോസിനെ ക്രിസ്തീയ സഭയുടെ ആചാരപ്രകാരം മിശിഹായുടെ നാമത്തിൽ ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ ബോബി പുന്നൂസ്? സമ്മതമാണ്. തെക്കേടത്ത് തര്യൻ പുന്നൂസിന്റെ മകനായ ബോബി പുന്നൂസിനെ ക്രിസ്തീയ സഭയുടെ ആചാരപ്രകാരം മിശിഹായുടെ നാമത്തിൽ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ ആനി പത്രോസെ? ഒരു പരാതിയുണ്ട് ഫാദർ. ഈ വിവാഹത്തെക്കുറിച്ച് ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ട് ഫാദർ. പെണ്ണിന്റെയും ചെറുക്കന്റെയും അടുത്ത ബന്ധുക്കൾ എന്റെ മേടയിലേക്ക് വരൂ. ഈ നിൽക്കുന്ന ബെന്നിയുമായി ആനി സ്നേഹത്തിലാണോ? ഇവന്മാര് പറയുന്നത് ശരിയല്ല അച്ഛാ. അച്ഛൻ എന്റെ മോളോട് നേരിട്ട് ചോദിച്ചു നോക്ക്. അതെ അച്ചോ. മോളെ,
മാതാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഉള്ള സത്യം തുറന്നു പറ. അപ്പൊ അച്ഛന് വിശ്വാസമാവുമല്ലോ. നീ പറഞ്ഞത് ശരിയാണോ അനി? നിന്റെ സമ്മതത്തോടു കൂടിയാണോ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്? പറയൂ. അല്ല, ഫോൺ 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 ഫോൺ. ഹലോ, അതെ, എന്തൊക്കെയോ നടന്നെന്ന് കേട്ടുന്നോ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എന്റെ വീടിന്റെ മുകളിൽ ഒരു തേങ്ങ വീണ് വീടിന്റെ ഒരു ഭാഗം കൊണ്ട് തകർന്നു വീണു. തനിക്കിപ്പോ സമാധാനമായില്ലോ? സ്വന്തം ആസനം കത്തിരിഞ്ഞ അറിയില്ല, വേറൊരുത്തിന്റെ ഉച്ചയ്ക്ക് തീ പിടിച്ചാലും നാട്ടുകാർക്ക് സങ്കടം. ശരിക്ക് തരാം. പത്രോസോ കെട്ടിത്തൂങ്ങി ചത്തു. ഓടോ, ഇല്ലാത്ത കാര്യം പറയരുത്. ആരാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണേ? പോകുന്നതിന് വിരോധമില്ല, ഇതൊന്നും ഇങ്ങോട്ട് കിട്ടിയ ഏത് അന്നത്തെ മനസ്സമ്മതത്തിന്റെ ടു ആൻഡ് ഫ്ലോ പെട്രോൾ ഓർമ്മയുണ്ടാവും. ഞാനിവിടെ തീർന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എന്റെ പെട്രോൾ ബില്ലും കുന്തോ. എന്താ പത്രോസ് നമ്മൾ തമ്മിൽ? ഇതെനിക്ക് നാളെ മേടിച്ചൂടെ? അപ്പൊ ഞാൻ വരട്ടെ. ഈ ഫോണൊന്ന് ഞാൻ ചവിട്ടി പൊളിക്കും ഞാൻ.